മണി മാനേജ്മെൻറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതിയെ വളരെയധികം ചിന്തിപ്പിച്ച, മാറ്റിമറിച്ച ഒരു സംരംഭമാണ് മൈക്രോ ഫിനാൻസ്, ചെറുകിട നിക്ഷേപ പദ്ധതികൾ. പ്രധാനമായും കുടുംബശ്രീ പോലുള്ള അയൽക്കൂട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പദം മുന്നോട്ട് വന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾ പലരും ഇതുപോലത്തെ അയൽക്കൂട്ടങ്ങളിൽ അംഗമായത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടക്കത്തിൽ അവരോട് ചോദിച്ചാൽ അവർ പറയും ലോൺ എടുക്കാൻ വേണ്ടിയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു സർവേയിൽ ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. അവൾ എന്നോട് പറഞ്ഞു, ആദ്യത്തെ ലോൺ എടുത്തത് പണയം വെച്ചിരുന്ന എൻ്റെ ജിമിക്കി കമ്മലിനെ പണയത്തിൽ നിന്ന് എടുക്കാനായിരുന്നു. രണ്ടാമത് ഞാൻ ലോൺ എടുത്തത് എനിക്ക് വീട്ടിലോട്ടൊരു മിക്സി മേടിക്കാനായിരുന്നു. മൂന്നാമത് ഞാൻ ലോൺ എടുത്തത് ഞാൻ നല്ലൊരു ഡൈനിങ് ടേബിൾ, 4 കസേരയുള്ള ഒരു ഡൈനിങ് ടേബിൾ മേടിച്ചു. ഇപ്പോൾ ലോൺ എടുത്ത് ആദ്യമുണ്ടായിരുന്ന കടത്തേക്കാൾ അധികമായി അവൾ കടക്കണിയിലാണ്. ഇതിനകത്ത് ചേർന്നതിൻ്റെ ഉദ്ദേശം ജീവിതം സുഗമമാക്കാനാണെങ്കിലും കിട്ടുന്നിടത്തുനിന്ന് എല്ലാം വായ്പ എടുക്കുന്നൊരു ശീലത്തിലോട്ട് വന്നതുകൊണ്ട് മൈക്രോ ഫിനാൻസ് ചില സ്ത്രീകളെയെങ്കിലും കടക്കണിയിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു നന്മയുടെ വശമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അയൽക്കൂട്ടങ്ങൾ എന്തിനാണ് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനൊരു പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യമുണ്ട്: സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. ഇങ്ങനെ സ്ത്രീകൾ ഉണർന്നു കഴിഞ്ഞാൽ കുടുംബങ്ങൾ ഉണരുമെന്നും, കുടുംബങ്ങൾ ഉണർന്നാൽ സമൂഹം കുറെ കൂടി രക്ഷപ്പെടുമെന്നുമുള്ള ചിന്തയിൽ നിന്നാണ് അയൽക്കൂട്ട സംവിധാനങ്ങൾ ഉണ്ടായത്. ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനസ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ നേതൃത്വത്തിലാണ് ഗ്രാമീൺ ബാങ്ക് എന്നുള്ള കൺസെപ്റ്റ് അവിടെ ഉടലെടുത്തത്. ആ ആശയത്തിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുകയും ചെയ്തു. ഏതാണ്ട് അതിന് ചുവട് പിടിക്കുന്ന രീതിയിലാണ് നമ്മളിവിടെയും മൈക്രോ ഫിനാൻസ് രംഗത്തേക്ക് കടന്നു വന്നത്. ടു ടാക്കിൾ ദ ഹൗസ് ഹോൾഡ് പോവർട്ടി അറ്റ് ദ ഗ്രാസ് റൂട്ട് ലെവൽ, ഏറ്റവും താഴെക്കിടയിൽ അടുക്കള ദാരിദ്ര്യത്തെ ലഘൂകരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ അയൽക്കൂട്ടങ്ങൾ തുടങ്ങിയത്. ഒരു പെണ്ണിൻ്റെ കയ്യിൽ, ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു ദിവസം കുറഞ്ഞത് 100 രൂപയെങ്കിലും എത്തണം എന്നുള്ള ചിന്തയായിരുന്നു 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ ഇതിലേക്ക് നടക്കാൻ കാരണം. ഒരു സ്ത്രീയുടെ കയ്യിൽ 100 രൂപ കിട്ടിയാൽ അത് അടുക്കളയിലെത്തുമെന്നും അത് അടുക്കളയുടെ ദാരിദ്ര്യം ലഘൂകരിക്കുമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. എന്നാൽ ഇതിൻ്റെ വളർച്ചയിൽ കേവലം സാമ്പത്തിക വളർച്ച മാത്രമല്ല, സ്ത്രീകളുടെ നേതൃത്വം വളർന്നു, അവരുടെ സാമ്പത്തിക ആസ്തി വളർന്നു, മറ്റ് പല കാര്യങ്ങളും. ചില സ്ത്രീകളെങ്കിലും പറയാറുണ്ട്, ആദ്യമായി ഒരു പാസ്ബുക്ക് കണ്ടത്, ആദ്യമായി ഒരു ചെക്കിൽ ഒപ്പിട്ടത് ഞാൻ അയൽക്കൂട്ടത്തിൽ അംഗമായതുകൊണ്ടാണ്. ചെക്ക് ബുക്കും പാസ്ബുക്കും ഒക്കെ കൈകാര്യം ചെയ്യാൻ വിധത്തിൽ സ്ത്രീകൾ വളർന്നത് അവരുടെ ബാങ്കിങ് ഹാബിറ്റ് വളർന്നതിന് നല്ലൊരു ഉദാഹരണമാണ്. ബാങ്കിങ് ഹാബിറ്റ് വളരുക ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ ലക്ഷണമാണ്. ബാങ്ക് എന്താണെന്ന് പോലും കണ്ടിട്ടില്ലാത്ത സ്ത്രീകൾ ബാങ്കിൽ പോവുകയും പണമിടപാടുകൾ നടത്തുകയും ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ ഒരു കാരണമായി നമ്മൾ കാണുന്നു. എന്നാൽ അയൽക്കൂട്ടങ്ങളിൽ അംഗമാകുന്നതോടുകൂടി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതോടുകൂടി കടബാധ്യതയും കൂടി കൂടുകയാണെങ്കിൽ നമ്മൾ സ്വയം ചിന്തിക്കണം. ഈ അയൽക്കൂട്ടങ്ങളിലൂടെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. തൊഴിൽ ചെയ്യാനുള്ള മാർഗങ്ങൾ ഓർക്കുന്നു. ചില അയൽക്കൂട്ടങ്ങൾ പരിപ്പ് വടയോ അല്ലെങ്കിൽ അതുപോലെ പക്കാവടയോ മറ്റ് ആഹാര സാധന സാമഗ്രികളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെങ്കിൽ വളർന്നിട്ട് സ്വന്തമായി മെഡിക്കൽ ഷോപ്പ് നടത്തുന്നവർ, സ്വന്തമായി ഒരു ഫ്ലവർ മിൽ, പൊടിപ്പിക്കുന്ന മില്ല് അരിയും ഗോതമ്പൊക്കെ പൊടിപ്പിക്കുന്ന മില്ല് നടത്തുന്നവർ, ഇങ്ങനെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു സ്ത്രീയുടെ വളർച്ചയും ഈ അയൽക്കൂട്ടങ്ങളിലൂടെ സംഭവിക്കുന്നതും ഞാൻ കാണുകയുണ്ടായിട്ടുണ്ട്. ഓർക്കുക, ഇത് നമുക്ക് പണം സൃഷ്ടിക്കാനുള്ള ഒരു മാർഗമായി കാണുക. എപ്പോഴും ഒരു ബെനഫിഷ്യറിയുടെ റോളിൽ, ഒരു ഗുണഭോക്താവിൻ്റെ റോളിൽ നിൽക്കാതെ ഒരു കോൺട്രിബ്യൂട്ടറിയുടെ റോളിലേക്കുള്ളൊരു സ്ത്രീയുടെ വളർച്ചയെയാണ് നമ്മൾ സ്ത്രീ ശാക്തീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഭാവന ചെയ്യാൻ, അത് കുടുംബത്തിലായിരിക്കാം, സമൂഹത്തിലായിരിക്കാം. എനിക്കെന്ത് കിട്ടും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കാതെ എനിക്കെന്ത് കൊടുക്കാൻ പറ്റും എന്ന അവസ്ഥയിലേക്കുള്ളൊരു സ്ത്രീയുടെ വളർച്ച, അതാണ് ശാക്തീകരണം. അത് സംഭവിക്കാൻ പറ്റിയ നല്ലൊരു മാർഗമാണ് അയൽക്കൂട്ടങ്ങൾ. അയൽക്കൂട്ടങ്ങളിലൂടെ അത് സംഭവിക്കുമ്പോൾ സ്ത്രീ അവളുടെ കുടുംബത്തെ കൂടുതൽ സാമ്പത്തികമായി മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. അയൽക്കൂട്ടങ്ങൾ മൈക്രോ ഫിനാൻസ് കടം മേടിക്കാൻ മാത്രമുള്ള ഒന്നായി കാണരുത്. കടം മേടിച്ച് കടം കൂട്ടാനുള്ളതല്ല, ജീവിതമാർഗം മെച്ചപ്പെടുത്താനുള്ളതാണ്.